തളിപ്പറമ്പ് പാലകുളങ്ങര റോഡിൽ നഗരസഭ സ്ഥാപിച്ച ഇന്റർലോക്ക് വീണ്ടും തകർന്നു. ലക്ഷങ്ങൾ മുടക്കി റോഡിൽ പതിച്ച ഇന്റർലോക്ക് മാസങ്ങൾക്കകം തകർന്നതിനെ തുടർന്ന് പ്രതിഷേധമുയരുകയും നഗരസഭ ഇടപെട്ട മുഴുവൻ ഇന്റർലോക്ക് കട്ടകളും ഇളക്കി പുനഃസ്ഥാപിച്ചെങ്കിലും വീണ്ടും ഇളകി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. തളിപ്പറമ്പ് നഗരസഭയിൽ പാലക്കുളങ്ങര വാർഡിൽ മന്ന തൃച്ചമ്പ്ര റോഡിൽ നിന്ന് തുടങ്ങി ഭ്രാന്തൻകുന്ന് എയർപോർട്ട് റോഡിൽ അവസാനിക്കുന്ന ഭാഗത്തെ ഇന്റർലോക്കാണ് തകർന്നത്. ഏകദേശം 1 കിലോമീറ്ററിലേറെ വരുന്ന റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനും റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനും സ്ഥിരമായി റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് പതിക്കുന്നതിനുമായി 23 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി പൂർത്തിയാക്കി മാസങ്ങൾക്കകം തന്നെ ഇന്റർലോക്ക് കട്ടകൾ തകരുകയും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. പ്രവൃത്തിയിലെ അഴിമതിയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന ആരോപണവുമായി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് നഗരസഭ ഇടപെട്ട് കരാറുകാരനെ കൊണ്ട് ഇന്റർലോക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇന്റർലോക്ക് കട്ടകൾ ഇളകി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. പൊട്ടിയ ഭാഗത്തു നിന്ന് വെള്ളം ഉയർന്നു വരുന്നുമുണ്ട്. ഉടൻ ഇന്റർലോക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭ്രാന്തൻകുന്നും പാലകുളങ്ങരയ്ക്ക് വരുന്ന വഴി ഇന്റർലോക്ക് ഒരു 3-4 മാസം മുമ്പ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലുകാരൊക്കെ വാർത്തയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതെല്ലാം പൊളിച്ച് റീകണ്ടീഷൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടിയിൽ പൈപ്പ് പൊട്ടി വീണ്ടും മൊത്തം അപകട രീതിയിലായിട്ടാണുള്ളത്. എത്രയും പെട്ടെന്ന് അതൊന്ന് വൃത്തിയാക്കാനുള്ള നടപടി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.